ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ ഇന്നും ഒരു കുട്ടി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ അവിൽ വെച്ചിട്ട് ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഇത് കടല വേവിച്ച് ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ച കടലയാണ്. പിന്നെ അവിൽ മട്ടരിയുടെ അവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2-2.5 കപ്പോളം അവിലുണ്ട്. അപ്പോൾ ഞാൻ ഈ മല്ലിയിലയും പച്ചമുളകും ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ കേട്ടോ. പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ലാസ്റ്റ് പറയാം കേട്ടോ. നിങ്ങളിൽ എത്ര ആൾക്ക് കുക്കിംഗ് ഇഷ്ടമാണ്? ചിലരൊക്കെ ഞാൻ പറയാനായിട്ടുണ്ട് ഇത് ഭയങ്കര മെനക്കെട് പിടിച്ച പണിയാണ്, പിന്നെ നാളേക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ടെൻഷനാണ്, അങ്ങനെയൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, എങ്ങനെയാണ് വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കുക്കിങ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെ സ്നാക്കായിട്ട് അവർ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ചെറിയൊരു റെസിപ്പി, ചിലവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ സാധാരണ ഇവിടെ ചെയ്തു കൊടുക്കാറുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അടുപ്പ് കത്തിച്ചു, സിമ്മിലാക്കി, എന്നിട്ട് ഇത്രയും നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് നെയ്യിലാണ് ചെയ്യുന്നത്. നെയ്യൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് പൊട്ടട്ടെ. കടുക് കടകടാന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, അരിഞ്ഞു വെച്ച ഉള്ളി, ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വേഗം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച കടല ഇടണം. കടല ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനം നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഒരുപാട് ഉപ്പ് ഇടാത്തത് കേട്ടോ. കടല വേവിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് അതിനിട്ട് ഇനിയും വേവിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ സോട്ടേ ചെയ്യുമ്പോൾ അത് പൊക്കോളും. ഞാൻ കുറച്ച് ഉപ്പിട്ടു അവിലിട്ടിട്ട്, ഞാൻ അങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു തരി മുളക് പൊടിയും കൂടി ഇട്ടാണ്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. വളരെ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ അവിൽ നനച്ചിട്ടല്ലേ ഇടുക, നനയ്ക്കാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ഫ്രൈഡ് അവിൽ ഉപ്മാവ് മാതിരി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇടാം, നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിടാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് കാണാമല്ലോ അവിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നത്. അങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് കായം, വളരെ കുറച്ച്, ഏകദേശം ഒരു നുള്ള് മതി, ഒരുപാട് വേണ്ട. നമ്മൾ റെഡിയാക്കി വെച്ച മല്ലിയില, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ അത് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വലിയ വിഷമമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്.
എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിപ്പോൾ ഇതൊരുവിധം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ള സമയമായി. വേറെ ഒന്നുമല്ല, ഒരു 1.5 പപ്പടം ഞാൻ കാച്ചി വെച്ചതാണ്. ഇത് നമുക്ക് നന്നായി തന്നെ പൊടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അധികം ഉപ്പ് ഉപയോഗിക്കേണ്ട. കാരണം പപ്പടത്തിന് തന്നെ നല്ല ഉപ്പുണ്ടല്ലോ. ആ ഒരു ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി പപ്പടം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈസി അല്ലേ? നല്ല തണുപ്പൊക്കെയുള്ള സമയമല്ലേ ഇപ്പോൾ, വിൻ്ററൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. അപ്പോൾ നല്ല ക്രഞ്ചി അവിൽ ഉപ്പുമാവും ചായയും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.